അപ്പോൾ ഇത് പരിസര പഠനത്തിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ അന്ന് ഞാൻ പാർട്ട് 2 ഇടുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് വേഗം കടക്കാം, സമയമില്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നിറം മാറ്റം എന്ന അനുകൂലനം ജന്തുക്കളെ ഏതു വിധത്തിൽ സഹായിക്കുന്നു? അപ്പോൾ ഉത്തരം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നതാണ്. അടുത്തത്, തവളകൾ ഉഭയജീവികളാണ് എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം ഡി ആണ്. അവ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. അടുത്തത്, ശരിയായ ജോഡി ഏത്? താറാവ് തുഴയാൻ സഹായിക്കുന്ന നീണ്ട വാൽ, പരുന്തിൻ നീളമേറിയ കാലുകൾ, നീളം കൂടിയ കഴുത്ത്, തവള ബലമേറിയ പിൻകാലുകൾ, ആമ ശൽക്കങ്ങൾ ഉപയോഗിച്ച് സഞ്ചരിക്കുന്നു. അപ്പോൾ ശരിയായ ജോഡിയാണ്. അപ്പോൾ ഉത്തരം സി ആണ്, തവള ബലമേറിയ കാലുകൾ. അടുത്തത്, ജലസസ്യങ്ങളിൽ പെടുന്നതല്ല. ഉത്തരം കറുകയാണ്. ബാക്കിയെല്ലാം ജലസസ്യങ്ങളാണ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേതാണ്? ശരിയേ. അടുത്തത് ആൻസർ ഓപ്ഷൻസ്. ഓപ്ഷൻ എ, ആവാസങ്ങളിൽ ജന്തുക്കൾ മാത്രമേയുള്ളൂ. ബി, ജന്തുക്കൾക്ക് ഏത് ആവാസത്തിലും അതിജീവിക്കാൻ കഴിയും. ഓപ്ഷൻ സി, ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആവാസത്തിൽ ഉണ്ടാകില്ല. ഓപ്ഷൻ ഡി, ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ ആവാസം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, ഒറ്റയാനെ കണ്ടെത്തുക. ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞതിൽ പെടാത്തത് വായു, സൂര്യപ്രകാശം, വെള്ളം, ചെടി. ഉത്തരം ചെടിയാണ്. ബാക്കിയെല്ലാം അജീവീയ ഘടകമാണ്. ചെടി മാത്രമാണ് അല്ലേ ജീവീയ ഘടകം. അപ്പോൾ അടുത്തത്, ഈ പേജും കൂടെ ഉള്ളൂ. അടുത്തത്, വയലുകളുടെ നാശവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്ന് കണ്ടെത്തൂ. അനേകം ചെറുജീവികൾ നശിക്കുന്നു. മണ്ണൊലിപ്പുണ്ടാകുന്നു. സമീപ പ്രദേശങ്ങളിൽ ജലക്ഷാമം അനുഭവപ്പെടുന്നു. മണ്ണ് ഫലഭൂഷ്ടമാവുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അത് ഉണ്ടാകില്ല. ബന്ധമില്ലാത്തത് ഉണ്ടാകില്ല. അത് അനുകൂലനത്തിന് ശരിയായ ഉദാഹരണം ഏത്? തത്ത തോൽപാദങ്ങൾ, ഒട്ടകം കൊഴുപ്പ് ശേഖരിക്കാൻ മുതുകിൽ പൂഞ്ഞ. അടുത്തത്, മൂങ്ങ ചെതുമ്പൽ, മത്സ്യം പൊള്ളലായ അസ്ഥി. ശരിയാണ്. അപ്പോൾ ഉത്തരം ഒട്ടകമാണ്. ബാക്കിയെല്ലാം തെറ്റാണ്. മരുഭൂമി എന്ന ആവാസത്തിൽ സാധാരണഗതിയിൽ ഉള്ളത്. ഉത്തരം കുറഞ്ഞ ജലവും കൂടിയ താപനിലവും അല്ലേ? ഉത്തരം ശരിയാണ്. അടുത്തത് ഉത്തരം സി ആണ്. അടുത്തത്, രാജപുരം ഗ്രാമത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നത് 3 ഉണ്ട്. ഏതെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതൂ. ഓപ്ഷൻ എ, കുന്നുകൾ ഇടിച്ചു നിരത്തുന്നു. ഓപ്ഷൻ ബി, വയലുകൾ മണ്ണിട്ട് നികത്തുന്നു. ഓപ്ഷൻ സി, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുന്നു. ഓപ്ഷൻ ഡി, കുളങ്ങൾ സംരക്ഷിക്കുന്നു. ഓപ്ഷൻ ഇ, കീടനാശിനികൾ ഗ്രാമത്തിൽ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എഫ്, പാതയോരത്ത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. അപ്പോൾ ഉത്തരം എയും ബിയും സിയുമാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഇത്ര വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും തിരക്ക് പിടിച്ചിട്ടെന്ന്? അപ്പോൾ ഫോണിൽ സ്പേസ് തീരാനായി കേട്ടോ. അങ്ങനെ കുറേ വീഡിയോ ഇതിനകത്തുണ്ട്. നമുക്ക് ഡിലീറ്റ് ആക്കിയിട്ട് ചിലപ്പോൾ ഇന്ന് തന്നെ ഞാൻ വേറെ വീഡിയോ ഇടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.